ഗവർണറെ കാല് കുത്തിക്കില്ല എന്നായിരുന്നില്ലേ പ്രഖ്യാപനം? നിങ്ങളെന്തേ ഗവർണർ കാല് കുത്തിയിട്ടല്ലേ വന്നത്? ഗവർണർ കൈ കുത്തിയിട്ടാണോ വന്നത്? ഇവരിങ്ങനെ വലിയ വാചകം അടിച്ച് വലിയ വീരവാദം പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? SFI വിചാരിച്ചാൽ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാല് കുത്തിക്കില്ല എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ തള്ളിയത്? നിങ്ങൾക്ക് ഇങ്ങനെ കരിങ്കൊടി കാണിച്ചങ്ങ് ചുമ്മാ പോകാനായിരുന്നെങ്കിൽ ഈ തള്ളിന്റെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ വന്നങ്ങ് തോറ്റു കൊടുത്താൽ പോരായിരുന്നോ? കഴിഞ്ഞ ദിവസം ഗവർണറെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ആർഷോയും സഹാക്കന്മാരുമൊക്കെ തേഞ്ഞൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ക്യാമ്പസിൽ കാലുകുത്തുകയും ചെയ്തു. അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഗവർണർ താമസിക്കുകയും ചെയ്തു. ഗവർണർ വരുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് എവിടെയോ കിടന്ന് ആർഷോയും കുട്ടി സഹാക്കളും അലമ്പുണ്ടാക്കുന്നത് മാത്രം കണ്ടു. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആർഷോ, നീ നിക്കറിൽ തുള്ളിയ സമയത്ത് കേന്ദ്രമന്ത്രിയായ ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കളിക്കുമ്പോൾ ആളറിഞ്ഞ് വേണം കളിക്കാൻ. ഇന്നലെ ഗവർണർ ക്യാമ്പസിൽ കാല് കുത്തിയതുമായി ബന്ധപ്പെട്ട സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സന്ദീപ് വാര്യരുടെ വാക്കുകളിലേക്ക്. ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങള് അദ്ദേഹം ഇന്ന് ഇങ്ങനെ SFIയുടെ സമരത്തെ ഇങ്ങനെ സാഹിത്യ ഭാഷയിൽ പുകഴ്ത്തി എന്തോ വലിയ മഹാസംഭവം ചെയ്ത പോലെ പറയാണ്. നോക്കൂ, ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഗവർണർ ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കയറുന്നതോട് കൂടിയിട്ടാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം തുടങ്ങുന്നത്. ഗവർണർ ഡൽഹിയിൽ നിന്ന് വിമാനം കയറിയിട്ടേ ഉള്ളൂ. ആ വിമാനം ഗുഡ്ഗാവ് കഴിയുന്നതിന് മുൻപായിട്ട് സമരം തീരുകയാണ്. ആ സമരം എങ്ങനെയാ തീരുന്നത്? കിരീട സിനിമയിലെ സേതുമാധവനെ അച്ഛൻ പറയുന്നത് പോലെ, തിലകം പറയുന്നത് പോലെ, കത്തി താഴെറാ മോനെ നിന്റെ അച്ഛനാടാ പറയുന്നത് എന്ന് പറയുന്ന പോലെ മലപ്പുറം SP പോയി ആർഷോട് പറയാണ്, ഞാനാടാ മോനെ പറയുന്നത്, നീ ഒന്ന് സമരം അവസാനിപ്പിക്ക് എന്ന് പറയുകയാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം. എന്നിട്ട് ഇങ്ങനെ വളരെ സുഖകരമായിട്ട് അവരെടുത്തോണ്ട് പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഗവർണർ വന്നിറങ്ങുന്നു. ഗവർണർ വന്നിറങ്ങിയ ശേഷം അദ്ദേഹം ഒന്നാന്തരം ഇരട്ടച്ചെങ്കനാണെന്ന് കാണിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കടന്നു പോകുന്നു. അവിടെ എവിടെ സമരമുള്ളത്? വഴിയിൽ മറ്റെവിടെയോ, വളരെ ദൂരത്ത് മറ്റെവിടെയോ പോലീസുമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം. എത്ര പേരുണ്ട്? കോഴിക്കോട്ടെയും മലപ്പുറത്തെയും തൃശ്ശൂരിലെയും ഒക്കെ മുഴുവൻ പ്രവർത്തകരെയും വിളിച്ചു വരുത്തി 2 സമരവേദിയിൽ നിന്ന് ആകപ്പാട് 200-ൽ താഴെ പേരാണ് SFIക്ക് സമരത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചത്. അത് തന്നെ SFIയുടെ സംസ്ഥാന നേതാക്കൾ നേരിട്ട് ചെന്നിട്ടാണ്. കാരണം ഇപ്പോ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. ഇതുപോലെ ഗവർണർക്കെതിരെയുള്ള സമരത്തിലേക്ക് കുട്ടികളെ വിട്ടുകഴിഞ്ഞാൽ IPC 124 വരെ വന്ന് തങ്ങളുടെ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് SFIക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഭയം ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും SFIയുടെ സമരത്തിന് ആൾ കുറവാണ്. ഇങ്ങനെയാണോ SFIയുടെ സമരം ഉണ്ടാകാറുള്ളത്? ഗവർണറെ കാല് കുത്തിക്കില്ല എന്നായിരുന്നില്ലേ പ്രഖ്യാപനം? നിങ്ങളെന്തേ ഗവർണർ കാല് കുത്തിയിട്ടല്ലേ വന്നത്? ഗവർണർ കൈ കുത്തിയിട്ടാണോ വന്നത്? ഇവരിങ്ങനെ വലിയ വാചകം അടിച്ച് വലിയ വീരവാദം പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? SFI വിചാരിച്ചാൽ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാല് കുത്തിക്കില്ല എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ തള്ളിയത്? നിങ്ങൾക്ക് ഇങ്ങനെ കരിങ്കൊടി കാണിച്ചങ്ങ് ചുമ്മാ പോകാനായിരുന്നെങ്കിൽ ഈ തള്ളിന്റെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ വന്നങ്ങ് തോറ്റു കൊടുത്താൽ പോരായിരുന്നോ? ഇന്ന് നിങ്ങൾ നാണം കെട്ടിരിക്കുകയാണ്. നാണം കെട്ട് SFIക്കാർക്ക് ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി, സമാശ്വസിപ്പിക്കാൻ വേണ്ടി അതിങ്ങനെ രക്തവർണ്ണ പതാകയിലെ രക്തത്തുള്ളിയാണ് ഇന്നത്തെ സമരം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ 24 എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഞങ്ങളുടെ പോലീസല്ലേ, പിണറായിയുടെ പോലീസല്ലേ, ഞങ്ങളുടെ കുട്ടികൾക്ക് 2 കിട്ടിയാലും ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങൾ ചിരിക്കും. പണ്ട് CPIക്കാർക്ക് കാസർഗോഡ് തല്ല് കിട്ടിയപ്പോ അവർ വിളിച്ച മുദ്രാവാക്യ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് വിളിച്ചത്. അനിൽകുമാർ പറയുന്നത് ഞങ്ങളുടെ പോലീസല്ലേ, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ പോലും ഞങ്ങൾക്കത് വളരെ മാർദ്ദവമുള്ള തഴുകലായിട്ടേ തോന്നൂ എന്ന് പറയുന്ന അങ്ങേറ്റത്തെ നാണം കെട്ട നിലപാടാണ് ഇപ്പോ CPMമാർ എടുക്കുന്നത്. ഗവർണറെ തടയാൻ വേണ്ടി പരിശ്രമിച്ച് ഗവർണറെ കാല് കുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ച് നാണം കെട്ടി നിൽക്കുകയാണ് കേരളത്തിലെ ഈ SFI എന്ന് പറഞ്ഞ പ്രസ്ഥാനം. എന്ന് മുദ്രാവാക്യങ്ങൾ കേട്ടു. SFI ആരാന്നറിയോ എന്നാണ് മുദ്രാവാക്യം. SFI ആരാന്നറിയോന്ന് ഗവർണർക്ക് എങ്ങനെ അറിയാൻ സാധ്യതയുള്ളത്? നേരത്തെ മാർക്കണ്ഡേയ ഗഡ്ജുവിനോട് പോയിട്ട് ഞങ്ങളെ അറിയോന്ന് DYFIക്കാർ ചോദിച്ചപ്പോ, റിയാസ് ചോദിച്ചപ്പോ എന്ത് DYFI, എനിക്കറിയാൻ പാടില്ല അങ്ങനെ സംഘടന എന്നല്ലേ മാർക്കണ്ഡേയ ഗഡ്ജു പറഞ്ഞത്. ഈ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഒരു പ്രസൻസും ഇല്ലാത്ത വളരെ ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടന ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങൾക്കപ്പുറം രാജ്യത്തൊരു പ്രസക്തി ഇല്ലാത്തൊരു വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളെ കൂടി നാണം കെടുത്തി നാണക്കേട് മറയ്ക്കാൻ വേണ്ടി, ഒരു സെക്കൻഡ്, നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ അഭ്യാസം മുഴുവൻ കേരള പോലീസിനെ സഹകരിപ്പിച്ചുകൊണ്ട് നടത്തിയത്. സൈക്കിളിൽ നിന്ന് വീണ കുട്ടിയുടെ ചമ്മലാണ് ഇപ്പൊ അനിലിന്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്.